നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാർത്താമഴയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും പാലോട് രവി രാജിവെച്ചു. നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജി സ്വീകരിച്ചതായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. പാലോട് രവിയുമായി ഫോണിൽ സംസാരിച്ച വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി A ജലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. സംഘടനാ വിരുദ്ധ പ്രവർത്തനം ബോധ്യപ്പെട്ടതിനാലാണ് നടപടിയെന്ന് നേതൃത്വം അറിയിച്ചു. സലീം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സലീം, വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും. അതിനിടയിൽ DCC അധ്യക്ഷന്റെ ഭാഗത്ത് തന്നെ ഉണ്ടായ ഇങ്ങനെ ഒരു വിവാദ ഫോൺ സംഭാഷണം, അത് ഗൗരവത്തോടു കൂടിയാണ് പാർട്ടി കാണുന്നത്. രാജി വേണം എന്നാവശ്യപ്പെടുകയായിരുന്നോ, അതോ ഇനിയിപ്പോൾ അടുത്തയാഴ്ചയോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തയാഴ്ചയൊക്കെയായി കോൺഗ്രസിൽ പുനഃസംഘടന നടക്കാൻ പോകുന്നു, DCCയിലൊക്കെ മാറ്റമുണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യം കൂടി മുന്നിലുണ്ട്. അനിവാര്യമായതുകൊണ്ട് രാജി എഴുതി വാങ്ങുന്നു എന്ന നിലപാട് തന്നെയാണോ നേതൃത്വം സ്വീകരിക്കുന്നത്? സലീം മാലിക്. റിജിത്ത്, അതീവ ഗൗരവത്തോടെയാണ് പാർട്ടി ഈ വിഷയത്തെ സമീപിച്ചത്. മാത്രമല്ല, ഏതെങ്കിലും നിലയിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവേണ്ടതില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചത്. അതിന് കാരണം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ എന്ന നിലയിൽ മാത്രമല്ല, പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ എന്ന നിലയിൽ കൂടി പാലോട് രവിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയാത്തൊരു പിഴവാണ്. അത് ഏതെങ്കിലും നിലയിൽ പ്രവർത്തകരെ ശാസിക്കാനാണെങ്കിൽ പോലും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ പാർട്ടി മൂന്നാമത് പോകുമെന്നും 60 സീറ്റുകളിൽ BJP മുന്നിലേക്കെത്തും എന്നുള്ള ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഗൗരവമാണ് എന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം രാജി എഴുതി നൽകണം എന്നുള്ളതാണ് പാർട്ടി പാലോട് രവിയോട് പറഞ്ഞത്. അതല്ലെങ്കിൽ സംഘടനാ നടപടി നേരിടേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് പാലോട് രവി തന്നെ രാജിവെച്ചത്. ആ രാജിക്കത്ത് നൽകിയ ഉടൻ തന്നെ നേതൃത്വം അത് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ഒപ്പം തന്നെ ഈ ടെലിഫോൺ സംഭാഷണത്തിൽ ഉണ്ടായിരുന്ന വാമനപുരം ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന A ജലീലിനെ കൂടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടാണ് ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കാരണം അത്രയധികം ഈ ഡാമേജ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നേതൃത്വം ഈ വിഷയത്തിൽ വിലയിരുത്തുകയും ചെയ്തത്. കാരണം ഗുരുതരമായ പരാമർശങ്ങളാണ് ഉണ്ടായത് എന്നുള്ളത് മാത്രമല്ല, അത് പ്രചരിപ്പിച്ചതും അത് പുറത്തു നൽകിയതും ഗൗരവമായി തന്നെ കോൺഗ്രസ് കാണുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഇത്തരത്തിലൊരു സന്ദേശം നൽകുന്നതോടുകൂടി തന്നെ ഈ നിലയിൽ പാർട്ടി വളരെ വേഗത്തിൽ ഇടപെടുന്നു എന്നൊരു മെസ്സേജ് കൂടി നൽകാൻ കഴിയും എന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തിയത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിവാദമുണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ പാലോട് രവിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളുമായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. അവരുടെ നിലപാട് എത്രയും വേഗത്തിൽ പുറത്താക്കി അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടപടിയെടുക്കണം എന്നുള്ളതായിരുന്നു ആ വിഷയത്തിൽ അവർ സ്വീകരിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഒപ്പം തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ പല നേതാക്കളും തീരുമാനിച്ചത്. അതിന് പിന്നാലെയാണ് സണ്ണി ജോസഫ് നേരിട്ട് ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ ഇടപെട്ടത്. ഓരോ പ്രധാനപ്പെട്ട കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കളെയും നേരിട്ട് ഫോണിൽ വിളിച്ചു. അതിനുശേഷം രാജി തന്നെയാണ് ഉത്തമം എന്നതാണ് തന്റെ നിലപാട് എന്ന് അവരെ അറിയിച്ചു. അതിനുശേഷം അവരുടെ നിലപാടും ഏറെക്കുറെ സമാനമായി അങ്ങനെ ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തുകയായിരുന്നു. അതിന് പിന്നാലെ AICC നേതൃത്വത്തെ വിളിക്കുകയും നേതൃത്വത്തിൽ നിന്ന് രാജി ആവശ്യപ്പെടാനുള്ള അനുവാദം വാങ്ങുകയും ചെയ്തു. പിന്നാലെയാണ് രാജി ആവശ്യപ്പെട്ടത്. നിലവിൽ താൽക്കാലിക ചുമതല ഉൾപ്പെടെ ഒന്നും ആർക്കും നൽകിയിട്ടില്ല. അത് സംബന്ധിച്ച തീരുമാനങ്ങൾ 29-ാം തീയതിയും 30-ാം തീയതിയുമായി കോൺഗ്രസ് ഒരു എടുക്കാച്ചിറക്കായി മാറും, അതുപോലെ LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്നൊക്കെയുള്ള പരാമർശങ്ങളാണ് DCC അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായത് ഈ വിവാദ ഫോൺ സംഭാഷണത്തിൽ. അതിലാണ് ഇപ്പോൾ കടുത്ത നടപടി KPCC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു നേതൃത്വം എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണം. കണ്ണൂർ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. ചൂട്ടാട് അഴിമുഖത്ത് കനത്ത കാറ്റിൽ ഫൈബർ ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ഇടുക്കി ഉടുമ്പൻചോലയിൽ മരമൊടിഞ്ഞു വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ 3 മരണം. കണ്ണൂർ കണ്ണവത്ത് വീടിന് മുകളിൽ മരം വീണ് ഗൃഹനാഥൻ മരിച്ചു. പെരുവ സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. കണ്ണൂർ ചൂട്ടാട് അഴിമുഖത്ത് കനത്ത കാറ്റിൽ ഫൈബർ ബോട്ട് മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. തമിഴ്നാട് പുത്തുന്തറ സ്വദേശി ആന്റണിയാണ് മരിച്ചത്. ശക്തമായ കാറ്റിൽ ഫൈബർ ബോട്ട് മണൽത്തിട്ടയിൽ ഇടിച്ചു മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റാണ് ആന്റണി മരിച്ചത്. പരുക്കേറ്റ സെൽവ ആന്റണി, ലേല അടിമ എന്നിവർ ചികിത്സയിൽ. ഉടുമ്പൻചോലയിൽ മരമൊടിഞ്ഞു വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. തമിഴ്നാട് തേനി ഉത്തമപാളയം സ്വദേശി ലീലാവതിയാണ് മരിച്ചത്. തൃശൂർ പീച്ച് ഡാമിന്റെ ഷട്ടറുകൾ നാളെ കൂടുതൽ ഉയർത്തും. കനത്ത മഴയെ തുടർന്ന് കൊല്ലം ജില്ലയിലെ തെന്മല ഡാം തുറന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയും കാറ്റും തുടരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്നു 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. വടക്കൻ കേരളത്തിൽ പ്രത്യേക ജാഗ്രത തുടരണം.
നാളെ മുതൽ അടുത്ത 3 ദിവസം മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും ശക്തമായ മഴ തുടരാനും സാധ്യതയുണ്ട്. കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കാലാവസ്ഥാ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സലീം, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംസ്ഥാനത്തുടനീളം ഇന്ന് കനത്ത മഴയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴയുടെ സ്വഭാവം ഏതു തരത്തിലായിരിക്കും? ഇന്ന് രാത്രിയിലും ഇനി നാളെയും ഏതൊക്കെ ജില്ലകൾ പ്രത്യേകമായി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്? എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി കൂടുതൽ ശ്രദ്ധ ഏതൊക്കെ ജില്ലകൾ വെച്ച് പുലർത്തേണ്ടതുണ്ട്? മലയോര മേഖലയിലെ സാഹചര്യം, തീരദേശ മേഖലയിൽ പുലർത്തേണ്ട ജാഗ്രത, കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം ഏറ്റവും ഒടുവിലായി അറിയിക്കുന്നത് എന്ത്? മുന്നറിയിപ്പിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ത് സലീം? റിജിത്ത്, സംസ്ഥാനത്ത് അടുത്ത 3 ദിവസത്തേക്ക് കൂടി അതിശക്തമായ മഴ തുടരും എന്നുള്ള മഴ മുന്നറിയിപ്പാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും അധികം മഴ മധ്യ കേരളത്തിലും ഒപ്പം വടക്കൻ കേരളത്തിലുമായിരിക്കും എന്നുള്ളതാണ് മഴ മുന്നറിയിപ്പ് പ്രകാരം. ഇന്ന് നിലവിലും ആ നിലയിൽ തന്നെയായിരുന്നു മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. സമാനമായി നാളെയും വടക്കൻ കേരളത്തിലാവും മഴ ശക്തമാവുക എന്നുള്ളതാണ് നിലവിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലെ കാലാവസ്ഥാ മുന്നറിയിപ്പ് പ്രകാരം എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 50 മുതൽ 60% വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യത കൂടി മുന്നറിയിപ്പ് പ്രകാരം നൽകുന്നുണ്ട്. അതിൽ തന്നെ മലയോര മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ നൽകണം എന്നുൾപ്പെടെയുള്ള മുന്നറിയിപ്പാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ കടലാക്രമണത്തിനുള്ള സാധ്യതയും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും നിലവിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും നിലയിലുള്ള ശക്തമായ മഴ സാഹചര്യം ഉണ്ടാവുകയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള മുന്നറിയിപ്പ് നൽകാനായി അതത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. റിജിത്ത്, ശരി, സലീം മാലിക് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് നിലവിൽ റെഡ് അലേർട്ട്. 3 ജില്ലകളിലാണ് റെഡ് അലേർട്ട് നിലനിൽക്കുന്നത്. ഓറഞ്ച് മുന്നറിയിപ്പ് നിലനിൽക്കുന്ന ജില്ലകളിലും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തീരമേഖലകളിൽ പൊതുവായി ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. കടൽക്ഷോഭം പലയിടത്തും രൂക്ഷമാണ്. ബേപ്പൂർ ഗോദീശ്വരം ബീച്ചിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന നിലയുണ്ട്. കടൽ ഭിത്തികളില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികളുള്ളത്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്നുള്ളത് പരിശോധിക്കാം. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ബേപ്പൂരിനടുത്ത് ഗോദീശ്വരത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ മഴ ഇങ്ങനെ ശക്തമായി തിരമാലകൾ ഇങ്ങനെ ആർത്തിരമ്പി വരുമ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. കാരണം രാത്രിയിൽ ഒരുപക്ഷെ അവർ കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും ഈ വേലിയേറ്റം ഉണ്ടായി ജനവാസ മേഖലയിലേക്ക് അവരുടെ വീടുകൾക്ക് സമീപത്തേക്കൊക്കെ വെള്ളം എത്തുമോ എന്നുള്ള ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്കൊക്കെ ഈ ജനവാസ മേഖലയിലേക്കൊക്കെ ഇവിടെ സംരക്ഷണ ഭിത്തി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കടലിൽ ഇരച്ചെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രദേശവാസികൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു ആശങ്ക? ഇതന്നെ രാത്രി ആകുമ്പോൾ കടല് ഇങ്ങനെ കയറുമെന്നുള്ള പേടിച്ചിട്ടാണ് ഇവിടെ കിടക്കണത്. പിന്നെ എന്താ ഇന്ന് ഉച്ചക്ക് ഇന്നലെ 3 ദിവസമായിപ്പോൾ ഈ ഭിത്തിയില്ലാത്തതിനെ കൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാ. വെള്ളം വീട്ടിൻ്റെ അടുത്തേക്കൊക്കെ അടിച്ച് കയറുകയാണ്. പിന്നെ ഓരോരോ ഈ കല്ലൊക്കെ ഈ റോട്ടുമ്പിൽ എത്തുന്നുണ്ട്. ഈ ചെറിയ ചെറിയ കല്ലൊക്കെ അടിച്ചിട്ട് വണ്ടിക്കാരെ മേലൊക്കെ തട്ടുണ്ട്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുറേ ഉണ്ട്. അപ്പോൾ ഇത് കുറേ വർഷമായി ഈ ഭിത്തിയിടാന്ന് പറയണത്. ഇതുവരെ ഒന്നും ഒരു പൈസ പാസ്സായിട്ടുണ്ട് എന്നാണല്ലോ പറയണത്. അതെ, പൈസ പാസ്സായി ഇതുവരെ പറച്ചിൽ തന്നെ ഉള്ളൂ. വേറെ കല്ലിൻ്റെ ഇതുവരെ ഒരു വന്ന നോക്കൽ വരെ ഇല്ല. ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്വാഭാവികത നിൽക്കുന്ന കടല്. എന്തായിരുന്നു ഉച്ചകത്തെ സാഹചര്യം? എന്തായിരുന്നു ഉച്ചകത്തെ സാഹചര്യം? ഇതേമാതിരി തന്നെ ഭയങ്കര ഇതേനി. കടല് അടിച്ച് കയറിയിട്ട് കംപ്ലീറ്റ് റോഡൊക്കെ പൈതിയോളം പോയി. എന്താണ് നിങ്ങൾക്ക് അധികാരികൾ തരുന്ന ഒരു ഉറപ്പെന്താ? ഇതിപ്പോ അധികാരികൾ ഇന്ന് ഇടും നാളെ ഇടും എന്നിട്ട് ഇത് കുറെ കൊല്ലങ്ങളിലായി. ഇതാ ഗോദീശ്വരം അമ്പലത്തിന്റെ ആ ബാക്കിലാണ് ആ കെട്ട് വന്നോണ്ടാണ് ഇവിടെ ജാസ്തി വന്നത്. അതിപ്പോ റോഡും പോയി, ഇതൊക്കെ എല്ലാം പോയി. വീടും റോഡും ഒക്കെ ഒരുപോലെ ആയിപ്പോയി. ഓരിപ്പോൾ 1 കോടി ഉറുപ്പ്യ പാസ്സായിക്കെന്ന് പറഞ്ഞത് ആരും വന്നേക്കില്ല. എല്ലാവരും ബോർഡ് വെച്ച് പോയി. 1 കോടി ഉറുപ്പ്യ പാസ്സായെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ 1 കോടി കൊണ്ട് ഒന്നും ആവില്ല. ഒരു 20-30 മീറ്റർ വരെ ഇടാനുള്ള പൈസ അല്ലേ 1 കോടി. ഇതിപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് ആ ശ്മശാനം വരെ വേണം. നമുക്ക് ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ഭാഗത്തൊന്നും തന്നെ സംരക്ഷണ ഭിത്തി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഇരച്ചെത്തുകയാണ് ഇവരുടെ വീടുകളിലേക്ക്. അതുകൊണ്ട് വലിയ ആശങ്കയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ മഴക്കാലവും ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ദുരിതകാലമാണ്, വറുതിക്കാലമാണ് എന്നുള്ളതാണ് ഇവരെല്ലാവരും പങ്കുവെക്കുന്ന കാര്യം. നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. കനത്ത മഴയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറിയ കുടുംബങ്ങൾ കോഴിക്കോട് കൊയിലാണ്ടി നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തി.
4 കുടുംബങ്ങളാണ് നഗരസഭാ ഓഫീസിലെത്തിയത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. നിഖിൽ, എന്താണ് ഈ വീടുകളിലേക്ക് വെള്ളം കയറിയതിന് പിന്നാലെ ആ വീട്ടുകാരുടെ പ്രതിഷേധം? എന്താണ് അവിടുത്തെ സാഹചര്യം? ഈ പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെ നിഖിൽ? ശ്രീജിത്ത്, കനത്ത മഴ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ മുതൽ അതിശക്തമായിട്ടുള്ള മഴയാണ് കോഴിക്കോട് ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് പലയിടങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇന്ന് പകൽ സമയത്തെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട കാഴ്ചകൾ പങ്കുവച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഡ്രൈനേജ് സംവിധാനം അടക്കം കൃത്യമല്ലാത്ത പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതേ തുടർന്നാണ് ഈ വെള്ളക്കെട്ടിൽ പൊറുതിമുട്ടിയ കോളനി നിവാസികൾ ഈ നഗരസഭാ ഓഫീസിൽ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. IHDP കോളനി നിവാസികളാണ് പ്രതിഷേധവുമായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവരിപ്പോൾ കൊയിലാണ്ടി ടൗണിലെ മുഴുവൻ മലിനജലവും റെയിൽവേ ഓവുപാലത്തിനടിയിൽ കൂടി കിഴക്കുഭാഗത്തെ ഈ പ്രദേശത്തേക്ക് ഇവർ താമസിക്കുന്ന ഉന്നതിയിലേക്ക് എത്തുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധവുമായി എത്തുന്നത്. കൊയിലാണ്ടി നഗരസഭയിലെ 32ാം വാർഡിലാണ് ഉൾപ്പെടുന്നത് ഇവർ. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കുടുംബം നഗരസഭാ ഓഫീസിലേക്ക് നേരിട്ടെത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും അവിടെ ഇപ്പോൾ കുത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ പ്രശ്നത്തിന് ഒരു അടിയന്തര പരിഹാരം കാണണമെന്നുള്ള ആവശ്യമാണ് അവരിപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കണ്ണൂർ ആറളം മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ, വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയമുണ്ട്. പുനരധിവാസ മേഖലയിലെ 13, 11 ബ്ലോക്കുകളിൽ വെള്ളം കയറി. പ്രദേശത്തുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, എന്താണ് വിവരങ്ങൾ? ഈ ആളുകളെ പൂർണ്ണമായി മാറ്റിപ്പാർപ്പിക്കുന്ന നടപടിയിലേക്ക് കടക്കുന്നുണ്ടോ? ഏതൊക്കെ മേഖലകൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്? എന്താണ് ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അറിയിക്കുന്നത്? പൊതുവായി കണ്ണൂർ ജില്ലയുടെ വിവരങ്ങളും അരുൺ പൂപ്പറമ്പ. റിജിത്ത്, ഇന്ന് വൈകിട്ടോടെയാണ് ആറളം മേഖലയിലെ പുഴകളിൽ ഇത്തരത്തിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. പ്രധാനമായും ആറളം പുഴയിലും ബാവലി പുഴയിലുമാണ് ഈ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. അവിടുത്തെ പ്രദേശവാസികൾ പ്രകടിപ്പിക്കുന്ന സംശയം, ആറളത്തെ ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതായിട്ടുള്ള സംശയം പ്രദേശവാസികൾ പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ പ്രാദേശിക ജില്ലാ ഭരണകൂടങ്ങളൊന്നും അത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ വലിയ രീതിയിൽ ഈ പുഴകളിൽ കുത്തൊഴുപ്പ് ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ചിലയിടങ്ങളിലൊക്കെ വീടുകളിലേക്ക് വെള്ളം കയറി ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ഇപ്പോൾ നിലവിൽ പ്രശ്നമുള്ളത് പുനരധിവാസ മേഖലയിലെ 13, 11 ബ്ലോക്കുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഈ 2 ബ്ലോക്കുകളിലായി 25ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ക്യാമ്പുകളിലേക്കെല്ലാം മറ്റ് ബന്ധുവീടുകളിലേക്കും നിലവിൽ ഒരുക്കാൻ കഴിയുന്ന ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ബാവലി ആറളം പുഴകളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട് എന്നതാണ് അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും ഈ തീരപ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിൽ ഇന്ന് വൈകിട്ട് മുതൽ അതിശക്തമായ മഴ തന്നെ പെയ്യുന്നുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഇരിട്ടി താലൂക്കിലെ പേരാവൂർ ഉൾപ്പെടെ ആറളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ തന്നെ മഴ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 13 ഷട്ടറുകൾ തുറന്നു തന്നെയാണുള്ളത്. അത് കൂടുതൽ ഉയർത്തി കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. പെട്ടെന്ന് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് എന്ന ജാഗ്രതാ നിർദ്ദേശം കൂടി എന്തായാലും നൽകിയിട്ടുണ്ട്. മഴ തുടരുന്നതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. ഉരുൾപൊട്ടി എന്ന സംശയം പ്രദേശവാസികൾ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് വൈകിട്ടോടെ ഇത്തരത്തിലുള്ള മലവെള്ളപ്പാച്ചിൽ സമാനമായ രീതിയിൽ വെള്ളം പുഴകളിൽ കയറിയിട്ടുള്ളത്. പ്രധാനമായും ആറളം മേഖലയിലാണ് നിലവിൽ പ്രശ്നമുള്ളത്. അയ്യങ്കുന്ന് പഞ്ചായത്തിലും ചിലയിടങ്ങളിൽ ഈ പുഴ കരകവിഞ്ഞ് ഇത്തരത്തിലുള്ള വെള്ളം കയറിയ പ്രശ്നങ്ങളുണ്ട്. കൃഷിയിടങ്ങളിലേക്കും തീരപ്രദേശത്തുള്ള, അതായത് പുഴയോട് ചേർന്ന ഭാഗത്തുള്ള ചില വീടുകളിലേക്കും വെള്ളം കയറിയതായിട്ടുള്ള വിവരങ്ങളും അവിടുത്തെ പഞ്ചായത്ത് അധികൃതർ നൽകുന്നുണ്ട്. അവിടെയെല്ലാം പെട്ടെന്ന് തന്നെ ആൾക്കാരെ ക്യാമ്പ് ഇപ്പോൾ സജ്ജീകരിച്ചിട്ടില്ല. അരുൺ, ഈ വനത്തിനുള്ളിൽ ഉരുൾപൊട്ടി എന്നുള്ള സംശയം അത് നാട്ടുകാർ പ്രകടിപ്പിക്കുന്നതാണ്. അതിനെന്തെങ്കിലും വിശദീകരണം അതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന്, ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ മറ്റോ ഉണ്ടാവുന്നുണ്ടോ? രാത്രിയാണ്, വരും മണിക്കൂറുകളിലും അതിശക്തമായി തന്നെ മഴ പെയ്യും എന്നുള്ള മുന്നറിയിപ്പ് നിലനിൽക്കെ ഈ ആളുകളെയൊക്കെ അതിൻ്റെ ഈ പുഴയുടെ തീരത്ത് നിന്നൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ട ക്രമീകരണം, അതിനുവേണ്ട സൗകര്യങ്ങൾ, ആളുകൾ അവിടെ നിന്ന് മാറി താമസിക്കാൻ സന്നദ്ധമാകുന്നുണ്ടോ എന്നുള്ള കാര്യം, ഇതിലൊക്കെ ഒരു കൃത്യമായ ക്രമീകരണവും മേൽനോട്ടവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ അരുൺ പൂപ്പറമ്പ? റിജിത്ത്, പ്രധാനമായും ഈ ആറളം അതോടൊപ്പം തന്നെ ബാവലി പുഴകളിൽ വളരെ പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നു. മലവെള്ളപ്പാച്ചിലിന് സമാനമായി വെള്ളം കയറി. ഇതോടെയാണ് പ്രദേശവാസികൾ ആശങ്ക പ്രകടിപ്പിച്ചത്. ഇത് ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതാവാം
അങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായത് എന്ന സംശയമാണ് പ്രദേശവാസികൾ പങ്കുവച്ചത്. പക്ഷെ അതിൽ ജില്ലാ ഭരണകൂടമോ പ്രാദേശിക പ്രത്യേകിച്ച് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെ അങ്ങനെ അതിലൊരു സ്ഥിരീകരണം നൽകുന്നില്ല. ആ ശക്തമായ മഴയെ തുടർന്നും ഇത്തരത്തിൽ വെള്ളം കയറാം എന്ന കാര്യമാണ് അവർ പറയുന്നത്. ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രദേശവാസികൾ, അവിടുത്തെ നാട്ടുകാർ, പ്രത്യേകിച്ച് ആറളം പുനരധിവാസ മേഖലയിലെ പ്രദേശവാസികളൊക്കെ ഇത് ഉരുൾപൊട്ടിയതാവാം എന്നൊരു സംശയം എന്തായാലും പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റ് അപകടാവസ്ഥ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ വെള്ളം കയറിയ മേഖലയിൽ, അതോടൊപ്പം തന്നെ പുഴയോട് ചേർന്ന മേഖലയിൽ നിന്നൊക്കെ ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചത്. 25ഓളം കുടുംബങ്ങൾ ഇതിനകം തന്നെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അയ്യൻകുന്ന് പഞ്ചായത്തിലും ചില വീട്ടിൽ വെള്ളം കയറിയതിന്റെ ഭാഗമായി ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ശരി, ചില വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്, ചില കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ആറളം മേഖലയിൽ മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. വനത്തിൽ ഉരുൾപൊട്ടിയെന്ന സംശയം നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇത് പഞ്ചായത്തോ ജില്ലാ ഭരണകൂടമോ ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമുണ്ട്. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വാർത്താമഴ വീണ്ടും റിപ്പോർട്ടുകളിലേക്ക്. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. ഹൈക്കോടതി മുൻ ജഡ്ജി CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് പ്രത്യേക അന്വേഷണം നടത്തുക. തടവുകാരുടെ എണ്ണം കൂടുന്നത് കണക്കിലെടുത്ത് പുതിയ ജയിൽ നിർമ്മിക്കാനും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. അതേസമയം ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റി. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നാലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനങ്ങൾ. വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ഹൈക്കോടതി മുൻ ജഡ്ജി CN രാമചന്ദ്രൻ നായർ, മുൻ സംസ്ഥാന പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരാണ് അന്വേഷണം നടത്തുക. നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങൾക്ക് പുറമെയാണിത്. ജയിലുകളിൽ തടവുകാരുടെ എണ്ണം കൂടുന്നത് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് പുതിയ ജയിൽ നിർമ്മിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇതിനായി കോട്ടയം, പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടെത്തും. ജയിലുകളിൽ കഴിയുന്ന കൊടും കുറ്റവാളികളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. ജയിലുകളിൽ ആധുനിക ക്യാമറ സംവിധാനങ്ങൾ പരീക്ഷിക്കാനും തീരുമാനമായി. അതേസമയം കണ്ണൂർ ജയിലിൽ നിന്ന് തടവുചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലെ ഏകാന്ത സെല്ലിലേക്കാണ് ഗോവിന്ദച്ചാമിയെ മാറ്റിയത്. ഇരുപത്തിനാല് മണിക്കൂറും CCTV നിരീക്ഷണത്തിലാണ് ഗോവിന്ദച്ചാമി കഴിയുക. വാച്ച് ടവറുകളിൽ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവുള്ള മതിലും അതിനു മുകളിൽ 3 മീറ്റർ ഉയരത്തിൽ കമ്പിവേലിയും സ്ഥാപിച്ചാണ് അതീവ സുരക്ഷാ ജയിൽ തിരിച്ചിരിക്കുന്നത്. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ ഇപ്പോൾ 125 കുറ്റവാളികളാണുള്ളത്. 24 തൃശൂർ. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വൻ സുരക്ഷാ വീഴ്ചയെന്ന് റിപ്പോർട്ട്. ജയിൽ DIG ആണ് സുരക്ഷാ വീഴ്ചകൾ സംബന്ധിച്ച റിപ്പോർട്ട് ജയിൽ DGPക്ക് കൈമാറിയത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും ശുപാർശ. ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടിരുന്നതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഗോവിന്ദച്ചാമി സെല്ലിൽ നിന്നിറങ്ങുന്നതും ജയിൽ കോമ്പൗണ്ടിൽ നടക്കുന്നതുമായ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞെങ്കിലും തത്സമയം നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. ജയിൽ ചാടിയ രാത്രി 12 മണിക്ക് ശേഷം ബ്ലോക്കുകളിൽ പതിവ് പരിശോധനകൾ പോലും ഉണ്ടായില്ലെന്നും ജയിൽ DIGയുടെ കണ്ടെത്തൽ. മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാകേണ്ട സെല്ലിലെ ലൈറ്റുകളും രാത്രി പ്രവർത്തിച്ചില്ല. ജയിൽ മതിലിന് മുകളിലുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് സംവിധാനവും 6 മാസമായി പ്രവർത്തനരഹിതമായിരുന്നു. സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്താൻ കഴിയാതിരുന്നത് കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. ഇങ്ങനെ സുരക്ഷാ വീഴ്ചകൾ എണ്ണമിട്ടു പറയുന്നതാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും ഉത്തരമേഖല ജയിൽ DIG B ജയകുമാർ ജയിൽ മേധാവിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ജയിൽ ചാട്ടത്തിന് ശേഷം ഗോവിന്ദച്ചാമി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വഴി തെറ്റിയതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായില്ല. സെല്ലിന്റെ കമ്പി മുറിക്കാനുള്ള ആയുധം ഗോവിന്ദച്ചാമി സ്വയം നിർമ്മിച്ചതാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണ സംഘം ജയിൽ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 24 കണ്ണൂർ. മൂന്നാറിൽ മണ്ണിടിച്ചിൽ ഒരു മരണം. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് താഴ്ചയിലേക്ക് വീണ ലോറിയിലുണ്ടായിരുന്ന അന്തോണിയാർ കോളനി സ്വദേശി ഗണേശനാണ് മരിച്ചത്. ബൊട്ടാണിക്കൽ ഗാർഡന് സമീപത്താണ് അപകടമുണ്ടായത്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിവരങ്ങൾ എന്താണ് രാഹുൽ? രജിത്ത്, 8:30-ക്ക് ശേഷമാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം, മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം മണ്ണിടിച്ചിലുണ്ടാകുന്നത്. ഈ മണ്ണിടിച്ചിലുണ്ടായ സമയം അതുവഴി കടന്നു വന്നിരുന്ന ഒരു ലോറി, ദേവികുളത്ത് നിന്ന് മൂന്നാറിലേക്ക് വന്നിരുന്ന ലോറിയിലേക്കാണ് ഈ മണ്ണ് പതിച്ചത്. ഈ മണ്ണ് പതിച്ചതിന്റെ ആഘാതത്തിൽ ലോറി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ആ വണ്ടിയുടെ 407 ലോറിയുടെ ഡ്രൈവർ അന്തോണിയാർ കോളനി സ്വദേശി ഗണേശനാണ് മരിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിൽ നിന്ന് ഈ ഗണേശനെ പുറത്തെത്തിച്ച്
ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാറായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ അപകടമുണ്ടായ വിവരം അറിയാൻ വൈകിയോ എന്നുള്ള സംശയം കൂടി ഈ ഘട്ടത്തിലുണ്ട്. കാരണം മണ്ണിടിച്ചിലിൽ ആ ഭാഗത്തേക്ക് എത്താൻ ഒരു നേരിയ പ്രയാസം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസും എത്രയും പെട്ടെന്ന് എത്തിയിരുന്നു. ഇപ്പോഴെന്തായാലും ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അത് മൂന്നാർ അന്തോണിയാർ കോളനി സ്വദേശി ഗണേശൻ എന്നയാളാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. നേരത്തെ നമ്മൾ ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരുന്നു. അപ്പോഴിങ്ങനെ ഒരു അപകടമുണ്ടായ വിവരം അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. രാഹുൽ, ഈ ലോറിയിൽ ഇയാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഇപ്പോൾ സ്ഥിരീകരിച്ച് പറയാവുന്ന തരത്തിലേക്കുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ ലഭ്യമാണോ രാഹുൽ? നിലവിൽ ഈ ഗണേശൻ മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ആളുകളുള്ള വലിയ ദീർഘദൂര സർവീസ് നടത്തുന്ന ലോറിയല്ല, 407 ലോറിയാണ്. അത് മൂന്നാർ സ്വദേശിയുടെ തന്നെയായിട്ടുള്ള ലോറി തന്നെയാണ്. അത് ദേവികുളം വരെ പോയത് മാത്രമേ ഉള്ളൂ. അവിടെ പോയതിനു ശേഷം തിരികെ വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. വാഹനത്തിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു അനുമാനമാണ് നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെ നൽകുന്നത്. ഗണേശൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ മൂന്നാർ ഗ്യാപ്പ് റോഡിലെ ഗതാഗതം നിരോധിച്ചിരുന്നു. പക്ഷേ ഗ്യാപ്പ് റോഡിന് മുന്നിലുള്ള ഈ ദേവികുളം ഈ ഭാഗത്തേക്കൊക്കെ ഗതാഗതം പഴയ രീതിയിൽ തന്നെ തുടരുകയായിരുന്നു. പക്ഷേ സമാനമായ രീതിയിൽ മണ്ണിടിയാൻ ഇനിയും സാധ്യതയുണ്ട്. ഈ മൂന്നാർ മുതൽ അതുപോലെ ഈ ചിന്നക്കനാൽ വരെയുള്ള ഭാഗത്ത്, അതായത് പെരിയകനാൽ വരെയുള്ള ഭാഗത്ത് വ്യാപകമായിട്ട് മണ്ണിടിയാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. ഗ്യാപ്പ് റോഡിൽ മാത്രമാണ്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ആ മേഖലയിലൂടെയൊക്കെയുള്ള യാത്രയിൽ അതീവ ജാഗ്രത നമ്മൾ പുലർത്തേണ്ടതുണ്ട്. മൂന്നാറിൽ മണ്ണിടിച്ചിൽ ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് താഴ്ചയിലേക്ക് വീണ ലോറിയിലുണ്ടായിരുന്ന അന്തോണിയാർ കോളനി സ്വദേശി ഗണേശനാണ് മരിച്ചിരിക്കുന്നത്. രാഹുൽ വിജയൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ CPIM നേതൃത്വത്തിലുള്ള സ്കൂൾ ഭരണസമിതി പിരിച്ചുവിട്ടു. പകരം മാനേജറെ നിയമിക്കുന്നതുവരെ കൊല്ലം DEOയ്ക്കാണ് താൽക്കാലിക ചുമതല. സുരക്ഷ ഒരുക്കുന്നതിൽ സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേരള വിദ്യാഭ്യാസ ചട്ടപ്രകാരം എയ്ഡഡ് സ്കൂളിന് സുരക്ഷ ഒരുക്കുന്നതിന്റെ ചുമതല സ്കൂൾ മാനേജ്മെന്റിനാണ്. ഇത് നിർവഹിക്കുന്നതിൽ തേവലക്കര സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ച പറ്റി. സ്കൂൾ മാനേജർ R. തുളസീധരൻ പിള്ളയുടെ വിശദീകരണം തള്ളിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു. മാനേജറെ അയോഗ്യനാക്കി. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കാണ് സ്കൂളിന്റെ നിയന്ത്രണം. മാനേജറെ അയോഗ്യനാക്കിയിട്ട് ആ മാനേജറുടെ സ്ഥാനത്തേക്ക് DEO ചുമതലപ്പെടുത്തുകയാണ്. സ്കൂൾ സർക്കാരാണ് DEOയുടെ നേതൃത്വത്തിലാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ അതിന് പ്രത്യക്ഷമായും പരോക്ഷമായും ആരൊക്കെ കാരണക്കാരായിട്ടുണ്ടോ അവരുടെ പേരിൽ കർശന നിലപാടെടുക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം തീരുമാനമെടുക്കേണ്ടത് കൊല്ലം DEO ആയിരിക്കും. വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനത്തെ അംഗീകരിക്കുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ഞങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഒരു കുട്ടി മരിച്ച സംഭവമാണ്. അതിനെ അത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. എനിക്ക് ചോദിച്ച വിശദീകരണത്തിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൂടെ പരിശോധിച്ചിട്ടാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് മറ്റ് വിഷമങ്ങളൊന്നുമില്ല. DEOയ്ക്ക് നൽകിയ ഭരണ ചുമതലയ്ക്ക് കാലപരിധി നിശ്ചയിച്ചിട്ടില്ല. സ്കൂളിന്റെ വികസനം ഉറപ്പാക്കിയ ശേഷം മാത്രമാകും മാനേജ്മെന്റിനെ പുനഃസംഘടിപ്പിച്ചാലും അത് പരിഗണിക്കുക. 24 തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് VD സതീശനെ അധിക്ഷേപിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. VD സതീശൻ ചുക്കും ചുണ്ണാമ്പും അറിയാത്ത നേതാവാണ് എന്നാണ് പരിഹാസം. മുസ്ലിം വിഭാഗത്തിന് കൂടുതൽ പരിഗണന കിട്ടുന്നു എന്ന ആരോപണവും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു. ശ്രീനാരായണ ഗുരു എന്തു പറയാൻ പാടില്ലെന്ന് പറഞ്ഞോ അതാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. VD സതീശൻ ഇങ്ങനെ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഒരു പരമ പന്നനെ ഞാൻ കണ്ടിട്ടില്ല. പന്നനെന്ന് തന്നെ ഞാൻ പറയുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് നിലയിലുള്ള ഒരു മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്നതിലുണ്ടോ? മൂവാറ്റുപുഴ പണ്ടപ്പള്ളിയിൽ നടന്ന SNDP യോഗം നേതൃസംഗമത്തിലെ പ്രസംഗത്തിനിടെയായിരുന്നു VD സതീശനെതിരായ അധിക്ഷേപം. പ്രതിപക്ഷ നേതാവിനെതിരായ പരാമർശത്തിൽ ഒരു മാറ്റവുമില്ലെന്ന് പരിപാടിക്ക് ശേഷവും വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു. പിന്തുണ ഉണ്ടാകുന്ന കാര്യം വേറെ. അതുകൊണ്ട് അയാളെ കൂട്ടി തറ പറയാനവരാരുണ്ട്? നിങ്ങൾ ആലോചിച്ചോ, ഒരു പ്രതിപക്ഷ നേതാവ് നിലയിൽ അയാൾ കാട്ടിക്കൂട്ടുന്നതും കൈയെടുത്ത് വർത്തമാനം ഇങ്ങനെ ഞാൻ ഇത്തരം വയസ്സിൽ പല പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്. ഇത്തരം ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത തറയായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. വർഗീയത ആര് പറഞ്ഞാലും അതിനെതിരെ പറഞ്ഞിരിക്കുമെന്ന് VD സതീശന്റെ മറുപടി. കേരളത്തിൽ ന്യൂനപക്ഷ നേതാക്കളാണെങ്കിലും ഭൂരിപക്ഷ സമുദായത്തിന്റെ നേതാക്കളാണെങ്കിലും ആര് വർഗീയത പറഞ്ഞാലും ഞാൻ പറയും, ഞങ്ങൾ പറയും. ആര് വർഗീയത പ്രചരിപ്പിക്കാനും വിദ്വേഷ ക്യാമ്പയിൻ നടത്താൻ ആര് ശ്രമിച്ചാലും ഞങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കും.
വെള്ളാപ്പള്ളി നടേശന്റെ പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഞാൻ കണ്ടില്ല. ഞാൻ യാത്രയിലാണ്. യാത്രയിൽ പ്രോഗ്രാമല്ലേ. ഇവിടെ മീറ്റിങ്ങിന് വന്നിട്ട് ഒരു 2 മണിക്കൂറായില്ലേ മീറ്റിങ്ങിന് വന്നിട്ട്. അത് അദ്ദേഹത്തോടാ ചോദിക്കേണ്ടത്. അതേസമയം വിവാദ പരാമർശങ്ങൾ ആവർത്തിച്ചിട്ടും വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കാത്തതിൽ വിമർശനം ശക്തമാണ്. 24 ഇടുക്കി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പ്രതിപക്ഷം. അബദ്ധ പഞ്ചാംഗം പോലുള്ള വോട്ടർ പട്ടികയുമായി എങ്ങനെ നീതിപൂർവമായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. പട്ടികയിലെ തെറ്റിതിരുത്താനുള്ള സമയം 30 ദിവസമായി ദീർഘിപ്പിച്ചില്ല എങ്കിൽ നിയമ നടപടിയിലേക്ക് നീങ്ങാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. തദ്ദേശ തിരഞ്ഞെടുപ്പിനായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ കരട് വോട്ടർ പട്ടികയെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളാണ് പുറത്തുവരുന്നത്. ഒരേ വീട്ടിലെ താമസക്കാർ 3 വാർഡുകളിലെ വോട്ടർമാരായി മാറി. ഒരു തിരിച്ചറിയൽ കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ. ഇങ്ങനെ കരട് വോട്ടർ പട്ടികയിൽ തെറ്റുകളുടെ ഘോഷയാത്രയാണ്. സ്കെച്ച് പ്രസിദ്ധപ്പെടുത്താത്തതുകൊണ്ട് വാർഡുകളുടെ അതിർത്തി ഏതെന്ന് നിശ്ചയവുമില്ല. എന്നിട്ട് 23-ാം തീയതി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് ഈ 7-ാം തീയതി ഓഗസ്റ്റ് 7-ാം തീയതി 15 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ചേർത്തിരിക്കണം എന്ന് പറയാം. ഇതുപോലത്തെ ഒരു അബദ്ധ പഞ്ചാംഗം പോലുള്ളൊരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് മനഃപൂർവ്വമായിട്ട് ഈ ക്രമക്കേടുകൾ പരിഹരിക്കപ്പെടാതിരിക്കാനുള്ള മാർഗമാണ് അവർ ആരാഞ്ഞേക്കുന്നത്. വളരെ ഡെലിബറേറ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. ഞങ്ങൾ അതിനെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ നിയമപരമായി അതിനെ നേരിടും. വാർഡ് പുനർനിർണയത്തിലും CPIMന്റെ താല്പര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെന്നാണ് ആക്ഷേപം. തോന്നിയ പോലെയാണ് ചെയ്തിരിക്കുന്നത്. പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് വോട്ട് വേറെ ഡിവിഷനിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ചില ഏരിയ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഒരു ഷേപ്പില്ലാത്ത രീതിയിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. പുഴ അതിർത്തിയാണെങ്കിൽ പുഴയുടെ ഇപ്പുറത്തുനിന്ന് കുറച്ച് വോട്ട്, അപ്പുറത്തുനിന്ന് കുറച്ച് വോട്ട് എടുത്തിരിക്കുക. ഇവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നിരിക്കുകയാണ്. രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉദ്യോഗസ്ഥരും പ്രവർത്തിച്ചുവെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം. 24 തിരുവനന്തപുരം. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. വയനാട് യൂത്ത് കോൺഗ്രസിൽ കൂട്ട നടപടി. മണ്ഡലം പ്രസിഡന്റുമാർക്കും നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്കും സസ്പെൻഷൻ. സംഘടനാ രംഗത്ത് നിർജീവം എന്നാരോപിച്ചുകൊണ്ടാണ് നടപടി. 2 മണ്ഡലം പ്രസിഡന്റുമാരെയും 14 നിയോജക മണ്ഡലം ഭാരവാഹികളെയും ഒരുമിച്ച് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, എന്താണ് ഇങ്ങനൊരു കൂട്ട നടപടിയിലേക്ക് കടക്കാനുള്ള കാരണം? നേതൃത്വം വിശദീകരിക്കുന്നത് എന്ത്? നടപടി നേരിട്ടവർ പറയുന്നത് എന്ത്? സുർജിത്ത്. ശ്രീജിത്ത്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജോമോൻ ജോസ് പുറത്തിറക്കിയ ഒരു കുറിപ്പാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ കുറിപ്പിൽ കൃത്യമായ രീതിയിൽ തന്നെ 2 മണ്ഡലം പ്രസിഡന്റുമാർക്കും ഒപ്പം തന്നെ 14 നിയോജക മണ്ഡലം ഭാരവാഹികൾക്കുമാണ് സസ്പെൻഷൻ നടപടി നേരിടേണ്ടി വന്നിട്ടുള്ളത്. മണ്ഡലം പ്രസിഡന്റുമാർ അഞ്ചുകുന്ന് മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള സുഹൈൽ PK, തൃശ്ശിലേരി മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ഹുസൈൻ ബാവലി എന്നിവരെയാണ് മണ്ഡലം പ്രസിഡന്റുമാർ. അതോടൊപ്പം തന്നെ ഉപഭാരവാഹികളായ മുഹമ്മദ് ഉനൈസ്, നിജിൻ ജെയിംസ്, അനീഷ് തലപ്പുഴ, അജ്മൽ പഞ്ചാരക്കൊല്ലി, അജൽ ജെയിംസ്, ജോഫ്രി വിൻസെന്റ്, അഖിൽ ജോസ്, ആൽബിൻ റാഫി, അതോടൊപ്പം രാജേഷ്, റോബിൻ ഇലവുങ്കൽ, ജിതിൻ എബ്രഹാം, രോഹിണി, രാഹുൽ ഒലിപ്പാറ എന്നിവരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവരെ സംഘടനാ രംഗത്ത് നിർജീവമായ സാഹചര്യത്തിൽ സജീവമല്ലാത്ത ഭാരവാഹികളെ നടപടിയെടുക്കുന്നു എന്നുള്ളത് കാണിച്ചാണ് ഇപ്പോൾ വാർത്താക്കുറിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ നേതൃ ക്യാമ്പിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കം ഉടലെടുത്തിരുന്നു. പ്രത്യേകിച്ച് നിയോജകമണ്ഡലം മാനന്തവാടി നിയോജകമണ്ഡലം ഭാരവാഹികളും സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു വാക്കേറ്റം ഉണ്ടായിരുന്നു. അത് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിയുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്. അതായത് ഈ പണം നൽകിയില്ല എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് നൽകി. അത് വലിയൊരു ഭീഷണി സ്വരത്തിലേക്ക് മാറി. അത് തിരിച്ച് ഈ നിയോജകമണ്ഡലം ഭാരവാഹികൾ പ്രതികരണം വളരെ പരുഷമായ രീതിയിൽ തന്നെ പ്രതികരണം ഉണ്ടായി. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു അന്തഛിദ്രം യൂത്ത് കോൺഗ്രസിനകത്ത് സംഭവിക്കുന്നുണ്ട് വയനാട്ടിൽ. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഇങ്ങനൊരു നടപടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ നടപടി എടുക്കപ്പെട്ട ആളുകൾ പലരും, ഒരു റോബിൻ ഇലവിങ്കൽ എന്ന് പറയുന്ന അദ്ദേഹം നിയോജകമണ്ഡലം ഭാരവാഹിയായിരുന്നു. അദ്ദേഹം സജീവമായി സംഘടനാ രംഗത്ത് ഉള്ള ആളാണെന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിനെതിരെ നടപടി, അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിലും വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു വോയിസ് നോട്ട് ഔദ്യോഗിക ഗ്രൂപ്പിൽ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഗ്രൂപ്പിൽ ഇട്ടു. അത് പുറത്തു വന്നു. അതിന്റെ എല്ലാം ഭാഗമായാണ് ഇത്തരത്തിൽ നടപടി എന്നുള്ളതാണ്. ഇതിൽ പലരും സജീവമായ ആളുകളുണ്ട് എന്നുള്ളതാണ് ഈ നടപടി എടുക്കപ്പെട്ട വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകൾ പറയുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായ രീതിയിലുള്ള ഒരു വിഭാഗീയമായ ഇടപെടൽ ഉണ്ട് എന്നുള്ള ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ നിലവിൽ ഉയരുന്നുണ്ട്.
ശരി, പുനരധിവാസ ഫണ്ടുമായി ബന്ധപ്പെട്ടടക്കം നേരത്തെ ഫണ്ട് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടടക്കം നേരത്തെ അവിടെ അഭിപ്രായ ഭിന്നതയും തർക്കങ്ങളും ഒക്കെ ഉണ്ട്. അതിന് പിന്നാലെ അവിടെ നേതൃ ക്യാമ്പിൽ നടന്ന തർക്കം, രൂക്ഷമായ വാക്കേറ്റം, അതിനൊക്കെ പിന്നാലെയാണ് വയനാട് യൂത്ത് കോൺഗ്രസിൽ കൂട്ട നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റുമാർക്ക് അതുപോലെ നിയോജക മണ്ഡലം പ്രസിഡന്റുമാർക്കൊക്കെ കൂട്ടത്തോടെ സസ്പെൻഷൻ വരികയാണ്. സംഘടനാ രംഗത്ത് നിർജീവം എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നേതൃത്വം ഈ നടപടിയെ വിശദീകരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്. നിർമ്മാതാക്കളുടെ സംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനൊരുങ്ങി സാന്ദ്ര തോമസ്. പ്രതിഷേധ സൂചകമായി പർദ്ദ ധരിച്ചാണ് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയത്. സംഘടന കൈയടക്കിയ കുത്തകകളുടെ മാറ്റത്തിനായാണ് തന്റെ മത്സരമെന്ന് സാന്ദ്ര തോമസ് പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാരോപിച്ച പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നിലവിലെ ഭരണസമിതിയിലെ ചിലർക്കെതിരായ നിയമ നടപടിക്ക് പിന്നാലെയാണ് സാന്ദ്ര തോമസ് സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരത്തിനൊരുങ്ങുന്നത്. പർദ്ദയണിഞ്ഞാണ് സാന്ദ്ര പത്രിക നൽകാനെത്തിയത്. നിർമ്മാതാക്കളുടെ തുറിച്ചുനോട്ടം ഒഴിവാക്കാനാണ് പർദ്ദ ധരിച്ചതെന്ന് സാന്ദ്ര പറഞ്ഞു. എൻ്റെ പ്രതിഷേധത്തിൻ്റെ ഭാഗവും കൂടിയായിട്ടാണ് ഞാനിത് ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ അസോസിയേഷനിൽ ഇപ്പോഴത്തെ ഭാരവാഹികളിരിക്കുന്ന ഈ അസോസിയേഷനിൽ വരാൻ ഏറ്റവും ഉചിതമായ വസ്ത്രം ഇത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഘടനയ്ക്കുള്ളിൽ ഒരു കുത്തകയുണ്ടെന്നും അതിനെതിരെയാണ് തന്റെ മത്സരമെന്നും സാന്ദ്ര പറയുന്നു. പതിറ്റാണ്ടുകളായിട്ട് ഈ പറയുന്ന കുറച്ച് പേരുടെ ഒരു 10-15 പേരുടെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു അസോസിയേഷനാണിത്. മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. അത് എല്ലാവർക്കും, ഇത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. തന്നെ പത്രിക തള്ളാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായാണ് തനിക്കെതിരായ മാനനഷ്ട കേസെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു. എന്നാൽ നിരവധി നിർമ്മാതാക്കളുടെ പിന്തുണ തനിക്കുണ്ട്. നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ളവർക്കെതിരെ സാന്ദ്ര തോമസ് ആരോപണമുന്നയിച്ചിരുന്നു. നിർമ്മാണ മേഖല സ്ത്രീവിരുദ്ധമാണെന്നും സംഘടനയിൽ പവർ ഗ്രൂപ്പ് ശക്തമാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ സാന്ദ്ര തോമസ് ആരോപിക്കുന്നു. 24 കൊച്ചി. വിദേശത്തെ ഗവൺമെന്റ് അംഗീകൃത സർവകലാശാലകളിൽ കുറഞ്ഞ ചെലവിൽ MBBS പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുങ്ങുന്നു. 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷനിലൂടെ വിദ്യാർത്ഥികളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. മധ്യേഷ്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റിയായ അൽ ഫറാബി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കസാക്കിസ്ഥാനിലെയും അതിൽ വലിയ ദുരുദ്ദേശമില്ലെങ്കിൽ പോലും സത്യത്തിൽ എന്താണ് അദ്ദേഹം ആ പ്രവർത്തകനെ ഒന്ന് വാം ചെയ്യിക്കാൻ വേണ്ടി എടുത്ത ഒരു തന്ത്രപരമായ ചില പ്രസ്താവനകളാണ്. പക്ഷേ ആ പ്രസ്താവനകളിൽ തന്നെ ചെറിയ എന്താ പറയുക, ശ്രദ്ധക്കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം രാജി സ്വീകരിച്ചു. ആരാ ചോദിച്ചേ? ചോദിച്ചു എന്തോ സംഭവിച്ച വീഴ്ച എന്താണ് താങ്കൾ തന്നെ പറയുന്നത്? അതിൽ ഞങ്ങൾ ചർച്ചകളും നടത്തിയിട്ടുണ്ട്. ഇല്ലില്ല, ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആവശ്യപ്പെട്ട എല്ലാ കാര്യവും, ചർച്ചയുടെ എല്ലാ വിശദാംശവും മാധ്യമങ്ങളോട് പറയാൻ നിങ്ങൾ ചോദിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ദുരുദ്ദേശമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്താ അപ്പോൾ പിന്നെ അതിൻ്റെ കാരണം എന്താണ്? ദുരുദ്ദേശമില്ല എങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാവും. ദുരുദ്ദേശമില്ല എങ്കിൽ പിന്നെ എന്താണ്? പാർട്ടി അത് ദോഷമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാവും. ഇനി ഉറങ്ങുന്നവരെ വിളിച്ചുണർത്താൻ പറ്റും. ഉറക്കം നടിക്കുന്നവരെ എത്ര വിളിച്ചാലും കുലുക്കി വിളിച്ചാലും ഉണർത്താൻ പറ്റില്ല. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ്. DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാലോട് രവിയുടെ രാജി KPCC നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ വിഷയമടക്കം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി. അതിനുശേഷമുള്ള KPCC അധ്യക്ഷൻ്റെ പ്രതികരണമാണ് വീഴ്ച സംഭവിച്ചത്. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലായി പാലോട് രവിയുടെ പരാമർശം എന്നുള്ള കാര്യമാണ് സണ്ണി ജോസഫ് വിശദീകരിക്കുന്നത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ റിപ്പോർട്ടിലേക്കാണ് ഇനി. വിദേശത്ത് ഗവൺമെന്റ് അംഗീകൃത സർവകലാശാലകളിൽ കുറഞ്ഞ ചെലവിൽ MBBS പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുങ്ങുകയാണ്. 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷനിലൂടെ വിദ്യാർത്ഥികളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. മധ്യേഷ്യയിലെ ഏറ്റവും മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റിയായ അൽ ഫറാബി യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ കസാക്കിസ്ഥാനിലെയും റഷ്യയിലെയും ഉസ്ബെക്കിസ്ഥാനിലെയും മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ വരും ദിവസങ്ങളിൽ നടക്കും. IELTS ഇല്ലാതെ വിദേശ സർവകലാശാലയിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് അവസരമൊരുക്കുന്നു. 24ന്റെ പുതിയ സംരംഭമായ 24 സ്റ്റഡി അബ്രോഡിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് സുവർണാവസരം ഒരുക്കുന്നത്. നാഷണൽ മെഡിക്കൽ കൗൺസിൽ, WHO, FMGE റെഗുലേഷനുകൾക്കനുസൃതമായ ഉന്നത നിലവാരത്തിലുള്ള MBBS പഠനമാണ് ഉറപ്പാക്കുന്നത്.
MBBS അഡ്മിഷനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ 24 സ്റ്റഡി അബ്രോഡ് ഒരുക്കുന്ന ഈ സുവർണാവസരം പാഴാക്കരുത്. അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ കാര്യത്തിന് ഏറ്റവും വലിയ പണച്ചെലവ് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ കുറഞ്ഞ ചെലവിലുള്ള കലാശാലകളാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അംഗീകൃത യൂണിവേഴ്സിറ്റികൾ തന്നെയാണ്. അവിടെയുള്ള ചെലവുകൾ, അതായത് ഫ്ലൈറ്റ് ടിക്കറ്റും നിങ്ങളുടെ താമസ സൗകര്യവും മറ്റുള്ള എല്ലാ ചെലവുകളുടെയും 85% ലോൺ തരാനായി കാനറ ബാങ്കും നിങ്ങൾക്ക് അവസരം ഒരുക്കും. നിങ്ങൾ ഈ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്ന സ്ഥലത്ത് തന്നെ കാനറ ബാങ്കിന്റെ പ്രതികൾ ഉണ്ടാകും. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്കാണ് ഇപ്പോൾ സ്പോട്ട് അഡ്മിഷൻ. ജൂലൈ 29 തിരുവനന്തപുരം ഹോട്ടൽ ഹയത്ത് റീജൻസിയിലും, ജൂലൈ 31 എറണാകുളം ഹോട്ടൽ റാഡിസൺ ബ്ലൂവിലും, ഓഗസ്റ്റ് 2 കോഴിക്കോട് ഹോട്ടൽ ഗോകുലം ഗ്രാൻഡിലുമാണ് സ്പോട്ട് അഡ്മിഷൻ. രാവിലെ 10:30 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശന സമയം. വിശദ വിവരങ്ങൾക്ക് 9001900156 അല്ലെങ്കിൽ 8008000120 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. ന്യൂസ് ഡെസ്ക് 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. ഇനി പോലീസ് ഡയറിയാണ്. പോലീസ് ഡയറിയുമായി പ്രേക്ഷകർക്കൊപ്പം സുഹൈൽ മുഹമ്മദ് എത്തും. നമസ്കാരം.